പക്ഷെ ഗൂഗിളിന്റെ തലപ്പത്ത് ഒരു ഇന്ത്യക്കാരനാണ്, നമുക്കറിയാം, സുന്ദർ പിച്ചെ. അതുപോലെ തന്നെ ഈ ഗൂഗിൾ സ്ഥാപിച്ചതിന്റെ തലപ്പത്തും ഒരു ഇന്ത്യക്കാരന്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറയുന്നത്. ആരാണ് അദ്ദേഹം, അദ്ദേഹത്തെ എങ്ങനെയാണ് ഇതിലേക്ക് അദ്ദേഹം വന്നത് എന്നുള്ളതൊക്കെ അറിയാൻ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാകും. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു. ഈ മഹാന്മാരായ ഇന്ത്യക്കാര് പലരും വേണ്ടത്ര അറിയപ്പെടുന്നില്ല. ഈ ഗൂഗിൾ എന്ന കമ്പനി ലോകത്തിലെ സാങ്കേതിക വിപ്ലവം ഉണ്ടാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചൊരു കമ്പനിയാണല്ലോ ഗൂഗിള് സ്ഥാപിച്ചത് 2 അമേരിക്കക്കാരാണ്, ലാരി പേജും സെർഗെ ബ്രിന്നും. പക്ഷേ അവരുടെ ഗുരു, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു കമ്പനി സ്ഥാപിക്കാനുള്ള ഊർജവും വെളിച്ചവും അടിസ്ഥാനപരമായ ആശയവും ഒക്കെ കൊടുത്തത് ഒരു ഇന്ത്യക്കാരനാണ് എന്ന് ഇന്ത്യക്കാരിൽ പലർക്കും അറിഞ്ഞൂടാ. നമുക്ക് ആകെ അറിയാവുന്ന ഇപ്പോൾ മഹാഭാഗ്യത്തിന് ഗൂഗിളിനെ നയിക്കുന്നത്, മൈക്രോസോഫ്റ്റിനെ നയിക്കുന്നത്, സ്റ്റാർബക്സിനെ നയിക്കുന്നത്, അങ്ങനെ ഒട്ടേറെ വിഖ്യാതമായ അമേരിക്കയിലെ വമ്പൻ കമ്പനികളെ നയിക്കുന്നത് കഷ്ടപ്പാടുകൊണ്ട് അധ്വാനിച്ച് ഉയർന്ന നിലയിലെത്തിയ ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സുന്ദർ പിച്ചയെ നമ്മൾ ഓർക്കും. പക്ഷെ സുന്ദർ പിച്ചയ്ക്ക് ലോകോത്തരമായ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കാൻ അവസരമൊരുക്കിയ ആദ്യത്തെ ആൾ ഒരു ഇന്ത്യക്കാരനായി നമ്മൾ ഓർക്കാറില്ല. ആ പേരാണ് നമ്മൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടത്. അദ്ദേഹത്തിന്റെ പേര് രാജീവ് മോധ്വാനി എന്നാണ്. രാജീവ് മോധ്വാനി. അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് സങ്കടം വരുന്ന ഒരു ട്രാജഡി കൂടിയാണ്. അദ്ദേഹം അകാലത്തിൽ മരിച്ചുപോയി. സ്വന്തം നീന്തൽക്കുളത്തിൽ കാലിഫോർണിയയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്വന്തം 2009 ഒരു 10-16 കൊല്ലം മുമ്പ് 16 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തെ നീന്തൽക്കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ അപകടം പറ്റി മരിച്ചുപോയി അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ അപകടം പറ്റി അകാലത്തിൽ മരിച്ചുപോയ ഒരാളാണ്. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ലോകത്തിന് അദ്ദേഹം ആരാകുമായിരുന്നു. എന്തുമാത്രം സംഭാവനകൾ ആ ബുദ്ധിയിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ആ പ്രതിഭാശാലിയെ ഇന്ന് ലോകം മുഴുവൻ വാഴ്ത്തുമായിരുന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്തു വെച്ച സേവനങ്ങൾ പോലും ചെറുതല്ല. അദ്ദേഹം വേറെ പ്രത്യേകത, നമുക്കിപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമുള്ള കാശ്മീർ, ഒരു കാശ്മീരിയാണ് അദ്ദേഹം. ജമ്മുവിലെ കാശ്മീരി കുടുംബത്തിൽ പിറന്ന ഒരാളാണ് അദ്ദേഹം കാൺപൂരിലെ മഹാബുദ്ധിമാനാണ്. ചെറുപ്പത്തിൽ തന്നെ പ്രതിഭാശാലിയായ കുട്ടിയാണ്. അങ്ങനെ അദ്ദേഹം കാൺപൂർ IIT പ്രവേശനം കിട്ടി, അവിടെ പഠിച്ചു. കാൺപൂർ IIT കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് F1 വിസ കിട്ടി. അന്ന് ഈ വിദേശ പ്രതിഭകൾക്ക് കിട്ടുന്ന വിസയാണ് F1 വിസ. സ്കോളർഷിപ്പോട് കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം അമേരിക്കയിൽ ചെല്ലുന്നത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം അവിടെ പഠിക്കുന്നത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കുന്നത്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ച് ഈ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, അതിനേക്കാളും വിഖ്യാതമായ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസറായിട്ട് നിയമനം കിട്ടുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസായിട്ട് വന്ന 2 ചെറുപ്പക്കാരാണ് ഈ ലാരി പേജും ഈ സെർഗെ ബ്രിന്നും. അതായത് ഇവർ 2 പേരുമാണ് ഗൂഗിൾ സ്ഥാപിച്ചത്. ഗൂഗിൾ സ്ഥാപിക്കാനുള്ള ആശയം കൊടുക്കുന്നത്, പ്രചോദനം കൊടുക്കുന്നത്, മാർഗം കാട്ടുന്നത് മുഴുവനും ഇവരുടെ പ്രൊഫസർ എന്നും ഗുരുവായിട്ടാണ്. ഗുരു അങ്ങേയറ്റത്തെ ആദരവോടുകൂടി എപ്പോഴും അങ്ങേയറ്റത്തെ ആദരവോടുകൂടിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ ഈ സെർഗെ ബ്രിൻ ഇദ്ദേഹത്തെക്കുറിച്ച് എഴുതിയൊരു വാക്യം ഇങ്ങനെയാണ്: ലോകത്തിലെ ഏത് ടെക്നോളജിയിലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഓർക്കുക, ആ ടെക്നോളജിയുടെ ഒക്കെ ഉള്ളിൽ രാജീവ് മോധ്വാനി എന്ന ഇന്ത്യക്കാരൻ്റെ മികവിൻ്റെ കണികയുണ്ട് എന്ന് പറയുകയാണ്. അമേരിക്കയിലെ അദ്ദേഹത്തിൻ്റെ ഈ 2 പേരും സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ലാരി പേജും സെർഗെ ബ്രിന്നും ചേർന്നിട്ട് ആണ് ഉണ്ടാക്കുന്നത്. ഇതിനിടയിലുണ്ടാകുന്ന ഒരു സമാന്തരമായൊരു ലവ് സ്റ്റോറി ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഗുജറാത്തിയായ അഷ ജഡേജ, അഷ എന്നാണോ ആശ എന്നോ അവർ പറയുമെന്നല്ല, ASHA ആണ് അഷ എന്ന്. എന്തായാലും ഗുജറാത്തി ആയതുകൊണ്ട് അഷ ജഡേജ ഇതുപോലെ ഗുജറാത്തിൽ നിന്ന് പഠനം കഴിഞ്ഞിട്ട് അമേരിക്കയിൽ വിസയിൽ വന്നു. ഇവർ 2 പേരും കണ്ടുമുട്ടി. അവർ തമ്മിൽ പ്രണയബദ്ധരായി. പിന്നീടുള്ള യാത്ര മുഴുവനും അവർ ഒരുമിച്ചാണ്, മരണം വരെ. മരണത്തിന് ശേഷവും അഷ ജഡേജയും, അവർക്ക് 2 മക്കളുണ്ട്. ഇവർ 2 പേരും നൈത്രി, അന്യ, 2 മക്കളുണ്ട്. നൈത്രി, അന്യ. ഈ 2 കുട്ടികളും ഈ അഷയും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ സാങ്കേതിക രംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റോറി. പക്ഷേ ഇദ്ദേഹം 1990 ഇവർ വിവാഹം കഴിക്കുന്നത്. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞ് 90 ഇവർ വിവാഹം കഴിക്കുകയാണ്. ഏതാണ്ട് ആ കാലത്താണ് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം ഈ 2 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ആശയങ്ങൾ മുന്നോട്ട് വെച്ചു.
അൽഗോരിതം, 2 അൽഗോരിതങ്ങൾ നിർമ്മിച്ചു. അതിലൊന്ന് പേജ് റാങ്ക് എന്ന അൽഗോരിതം, രണ്ട് ആങ്കർ ടെക്സ്റ്റ്. പേജ് റാങ്ക്, ആങ്കർ ടെക്സ്റ്റ്, ഈ 2 അൽഗോരിതങ്ങളാണ് യഥാർത്ഥത്തിൽ ഗൂഗിളിന്റെ ബേസ്. അതതിന്റെ സാങ്കേതിക വിദ്യ അറിയുന്നവർക്കേ അറിയുള്ളൂ. അപ്പോൾ ഈ അൽഗോരിതങ്ങൾ നിർമ്മിക്കാനാണ് പണി, ഗൂഗിൾ സ്ഥാപിക്കാനല്ല പണി. അതുകൊണ്ട് അൽഗോരിതങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഇഷ്ടിക, ഈ അടിസ്ഥാന ഇഷ്ടിക ഉണ്ടാക്കി കൊടുത്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെ ഇദ്ദേഹം ഉണ്ടാക്കിയ അൽഗോരിതത്തിന്റെ അടിസ്ഥാനമാക്കി, ഗൂഗിളിന്റെ ഹൃദയം എന്നാണ് ഈ അൽഗോരിതത്തെ പറയുന്നത്. അപ്പോൾ ഹൃദയം ഉണ്ടാക്കി കൊടുത്തത് ഇദ്ദേഹമാണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ഈ കമ്പനി ഗൂഗിളിനെ കുറിച്ച് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അറിയോ? ചെറുപ്പക്കാർക്ക് തൻ്റെ സ്റ്റുഡൻസിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, വഴി കാട്ടിക്കൊടുത്തു, എല്ലാ പ്രചോദനം കൊടുത്തു. പക്ഷെ അവരെന്ത് ചെയ്തു? അപാരമായ ഗുരുദക്ഷിണ കാണിച്ചു. ഈ കമ്പനി 92 ഈ കമ്പനി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ സ്ഥാപകരായ ഇവർക്ക് 2 പേർക്കും എന്ത് ഷെയർ ഉണ്ടോ, ലാറി പേജിനും സെർഗേ ബ്രിനും എന്ത് ഷെയർ ഉണ്ടോ അത്രയും തന്നെ ഷെയർ ഗുരുദക്ഷിണയായിട്ട് ഗുരുവിന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ അതിൽ പങ്കാളിത്തമില്ലാത്ത പങ്കാളിയാണ്. ഗൂഗിളിന്റെ സ്ഥാപകർ ഇവർ 2 പേരുമാണെങ്കിലും ആ ലിസ്റ്റിലൊന്നും ഇദ്ദേഹത്തിന്റെ പേരില്ല. പക്ഷേ അതിന്റെ ലാഭവും അതിന്റെ ഷെയറും ഇദ്ദേഹത്തിന് കൂടി കിട്ടിക്കൊണ്ടിരുന്നു. കമ്പനി ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ മരണം വരെ. അദ്ദേഹം മരിക്കുന്നത് 2009. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അങ്ങനെ പിന്നീട് അദ്ദേഹം AI ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാവർക്കും നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ലോകം അറിഞ്ഞിട്ടില്ലാത്ത കാലത്ത് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് എഴുതി അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി എഴുതിയ ആളാണ് ഈ രാജീവ് മോത്വാനി. അപ്പോൾ ഇന്നിപ്പോൾ ലോകം എത്തി നിൽക്കുന്ന എല്ലാ സാങ്കേതിക പുരോഗതിയുടെയും അടിത്തറ ഇദ്ദേഹത്തിന്റെ തലച്ചോറിൽ വിരിഞ്ഞതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വേറൊരു തമാശ കൂട്ടത്തിൽ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, എനിക്ക് ഈ സാങ്കേതിക വിദഗ്ധനായ രാജീവിനെ അറിയണ്ട, ഞങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ അദ്ദേഹം മനോഹരമായി ഗിറ്റാർ വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു തലമുണ്ട് ഇദ്ദേഹത്തിന്. ഒരേ സമയം ടെക്കിയുമാണ്, അതേസമയം കലാകാരനുമാണ്, സഹൃദയനാണ്. അതായിരുന്നു ഞങ്ങളുടെ ലോകം, അതായിരുന്നു ഞങ്ങളുടെ സന്തോഷം എന്നവർ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം പിന്നീട് ഈ ഗൂഗിൾ ഒരു ഭാഗത്ത് നടന്നു. ഗൂഗിള് അദ്ദേഹത്തിന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ഇവർ നടത്തിക്കോളും ചെറുപ്പക്കാർ. അതേസമയത്ത് അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ആലോചിച്ചു. പേപാൽ എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങി. അതിൻ്റെ ആദ്യത്തെ നിക്ഷേപകൻ ഇദ്ദേഹമാണ്. .edu വെഞ്ചേഴ്സ്, ഇദ്ദേഹവും ഭാര്യയും ചേർന്നിട്ട് ഈ .edu വെഞ്ചേഴ്സ്, കുട്ടികൾ പഠിച്ചിരിക്കേണ്ടതായ കുറേ സംരംഭങ്ങൾ, പുതിയ കുട്ടികൾ പഠിച്ചു വളരേണ്ട സംരംഭങ്ങൾക്കൊക്കെ നിക്ഷേപങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിക്ഷേപിച്ച 200-ലധികം സ്റ്റാർട്ടപ്പുകൾ, പുതിയ കുട്ടികൾക്ക് പുതിയ ലോകത്തെ മനസ്സിലാക്കി പുതിയ സാങ്കേതിക വിദ്യയിലൂടെ വളരാൻ ആവശ്യമായ കമ്പനികൾ ആര് തുടങ്ങിയാലും ഇദ്ദേഹം നിക്ഷേപം കൊടുക്കും. അങ്ങനെ 200-ലേറെ സ്റ്റാർട്ടപ്പുകൾ ഇപ്പോൾ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം സ്ഥാപിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ. 2009 ജൂൺ 5-നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. പതിവ് പോലെ കാലിഫോർണിയയിലെ സ്വന്തം വീട്ടിലെ നീന്തൽക്കുളത്തിൽ, ഞാൻ പറഞ്ഞില്ല, നീന്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ദുർമരണം, അദ്ദേഹത്തിന് വല്ലാത്ത മരണം ഉണ്ടായത്. പക്ഷേ അന്നു മുതൽ ആ കുടുംബം ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. അതിന് പേര് മോത്വാനി ജഡേജ ഫൗണ്ടേഷൻ. ജഡേജ എന്ന് വെച്ചാൽ ഭാര്യയാണ്. മോത്വാനി ജഡേജ ഫൗണ്ടേഷൻ എന്ന പേരിലൊരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇന്ന് ലോകത്തിലെ എല്ലാ സാങ്കേതിക കമ്പനികൾക്കും ആവശ്യമായ നിർദ്ദേശം, ഗവേഷണം, വിവരങ്ങൾ, സാമ്പത്തികമായ സഹായമൊക്കെ കൊടുക്കുന്ന സംരംഭകർക്കും ഗവേഷകർക്കും, പുതിയ സാങ്കേതിക വിദ്യയിൽ ഗവേഷണം നടത്തുകയും പുതിയ സാങ്കേതിക വിദ്യയിൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയും ചെയ്യുന്ന എല്ലാവർക്കും ഈ ഫൗണ്ടേഷനെ സമീപിക്കാം, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രസ്റ്റ്, മോത്വാനിയുടെ പേരിലുള്ള ഈ ട്രസ്റ്റ് ഭാര്യയും മക്കളും കൂടി ചേർന്നാണ് നടത്തുന്നത്. അഷ ജഡേജയും മക്കൾ നൈത്രിയും അന്യയും ചേർന്നാണ്, 3 പേരാണ് അതിൻ്റെ ഡയറക്ടേഴ്സ്. അവരാണ് നടത്തുന്നത്. അവർ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ AI ട്രാൻസ്ലേഷനാണ്. എന്ന് വെച്ചാൽ മുഴുവനും നിങ്ങൾക്ക് ലോകത്തിലെ ഏത് ഭാഷ, ഏത് കമ്പ്യൂട്ടർ ലാംഗ്വേജ്, ഏത് കോഡ് എല്ലാം AI ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു പണി. രണ്ടാമത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുക. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം, തമിഴ് പഠിക്കണം, കാശ്മീരി പഠിക്കണം എന്ന് പറഞ്ഞ് ചെല്ലരുത്. പകരം നിങ്ങൾക്ക് പുതിയ സാങ്കേതിക വിദ്യ പഠിക്കണം, അവർ സഹായിക്കും, എല്ലാ സഹായവും കൊടുക്കും. അതുപോലെ ലോകത്തിലെ എല്ലാ ഭാഷകളിലുള്ള പുസ്തകങ്ങളെ ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുക. മറ്റാണല്ലോ എല്ലാവരും ചെയ്യുക. ആളുകൾ എന്താ ചെയ്യുക? സാധാരണ രീതിയിൽ ഒരു കന്നഡ പുസ്തകം കിട്ടിയാൽ ഇംഗ്ലീഷിലാക്കിയാൽ അവാർഡ് കിട്ടും. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വന്നത്, കണ്ടില്ലേ, നമ്മുടെ ബുക്കർ പ്രൈസ് ഒക്കെ വരുന്നത് അങ്ങനെ. അതിന് പകരം ലോകത്തിലെ എല്ലാ കൊച്ചു ഭാഷകളിലെയും, നമുക്ക് അന്യമായ അറിഞ്ഞുകൂടാത്ത അറിയപ്പെടാത്ത ഭാഷകളിൽ നിന്ന് ഇന്ത്യൻ ഭാഷകളിലേക്ക് എല്ലാ പുസ്തകങ്ങളും എത്തിക്കുക എന്ന ദൗത്യം കൂടിയാണ് അവർ ചെയ്യുന്നത്. ഇനി വേറൊരു തമാശ കൂടി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം. അതാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ അഷ ജഡേജ
രാഷ്ട്രീയത്തിൽ ചേർന്നു. അദ്ദേഹം വേറെ എവിടെയല്ല, സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടിക്കാരിയാണ്. എന്നുവെച്ചാൽ അതാണ് ഒരു വൈരുദ്ധ്യം. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിന്റെ പാർട്ടിക്കാരിയാണ്, ട്രംപിന് ഏറ്റവും അടുപ്പമുള്ള ആളാണ്, ട്രംപിന് ഏറ്റവും വിശ്വസ്തയാണ്. അപ്പോൾ ട്രംപിനോട് സ്വകാര്യമായിട്ട് പറയൂ അത്രേ, സാറേ എന്തൊക്കെ കളിച്ചാലും ഞങ്ങളെ ഇന്ത്യക്കാരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അത്രേ. എന്തായാലും ഇന്ത്യയും അവർ അവകാശപ്പെടുന്നത് എങ്ങനെയാണ്, ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു കൊറിഡോറാണ്, ഒരു ഇടനാഴി പണിയാനാണ് എന്നവർ പറയുന്നുണ്ട്. അത് വിജയിക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അവര് ഈ മധ്വാനി ഉണ്ടാക്കിയ വഴിയിലൂടെ ഇന്ന് അമേരിക്കൻ പൊളിറ്റിക്സിൽ പോലും ഒരു നിറസാന്നിധ്യമായി മാറിയിരിക്കുന്നു. അവരും ഇന്ത്യക്കാരിയാണ്, മൊത്വാനിയും ഇന്ത്യക്കാരനാണ്. ഈ ഇന്ത്യൻ കുടുംബം ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തെയും അമേരിക്കൻ ടെക്നോളജിയെയും നയിക്കുന്നു. ഗൂഗിളിൽ ഇവർ സ്ഥാപകരാണ്. പിന്നീട് വന്ന എത്രയോ കമ്പനികൾ, 200-ലേറെ കമ്പനികളിൽ ഇവർക്ക് ഷെയർ ഉണ്ട്. ഇപ്പോഴും പുതിയ കമ്പനികളെ നിയന്ത്രിക്കുന്നവരാണ്. ഒപ്പം അമേരിക്കൻ രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കുന്നവർ. ഇങ്ങനെ ഒരു മഹാപ്രതിഭയുടെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ അറിഞ്ഞിട്ടില്ലാത്ത മുഴുവൻ പ്രേക്ഷകരും, മുഴുവൻ ഇന്ത്യക്കാരുടെയും ചുണ്ടിൽ തത്തിക്കളിക്കേണ്ട ഒരു പേരാണ് രാജീവ് മോധ്വാനി, ആശാ ജഡേജ.